ഹലോ ഫ്രണ്ട്സ്, എവിടാണേലും വിശപ്പ് നമ്മളെ പിടിച്ചിരുത്തി തീറ്റിക്കും. ജോലിയുടെ ഭാഗമായി തായ്വാനിൽ പോയപ്പോഴാണെങ്കിലും ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി കഴിക്കുമായിരുന്നു. മിക്ക ഹോട്ടലിനെ വാതിക്കൽ നിന്ന് അവിടുത്തെ മെനു വായിച്ചു തീർക്കുള്ള ഒരു ഹോബിയായിരുന്നു. വായിക്കൊള്ളാത്തവരെ പേരുകൾ വായിച്ചു തീർക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. എങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഹോട്ടൽ പെപ്പർ ലഞ്ചാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എങ്കിലും അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് നമുക്ക് തോന്നിയത് പഴുത്ത കല്ലിൽ വെച്ച് തരുന്ന ചിക്കൻ, ബീഫ്, സാൽമൺ വിത്ത് റൈസ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. ഒരിക്കൽ കഴിക്കാൻ പോയപ്പോൾ ഞാൻ അതിന്റെ വീഡിയോ എടുത്തിരുന്നു. അതാണിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തോ ജംബോ ബീഫ് ഏതാണ് സാധനം? ജംബോ ഇതായാലോ എനിക്ക് ഇഷ്ടപ്പെട്ടു. കറി ബീഫ് പെപ്പർ റൈസ് വിത്ത് ചീസ്. ഈ ഓർഡർ നമുക്ക് പറ്റില്ല കേട്ടോ. അത് വലിയ റേറ്റ് കുറവാണ്. ഇന്ന് ഞാൻ സാലൻ അടിക്കാൻ പോവാം. അല്ല ഇത് മതി. കറിയാകും അല്ല നമ്മളുടെ This one. Chicken? Two? Chicken two? You want combo or no? Combo? No. Okay. Okay, I check. Okay, this one barbecue and the two chicken and one salmon. Yes. Okay. Barbecue is little spicy, okay? It's okay? Yeah. Make all spicy. Okay, it's 836. Okay. 800. 800. അഞ്ഞൂറ് കൊടുത്ത 4 പേര് കഴിച്ചു. പറ്റിക്കാൻ വിചാരിച്ചത്. അതെ. ചോദനകളൊക്കെ ഉണ്ട്. അത് തിരിച്ചു തന്നു കിട്ടുമ്പോൾ. Number, thank you. Thank you. Oh, sorry. ബീഫും ചിക്കനും എന്തായാലും മനസ്സിലാവില്ലേ? സാൽമൺ എനിക്ക് മനസ്സിലാവും. നന്നായിട്ട് വേവും. അത് തിരിച്ചിട്ടാ മതി. എന്താ വിശക്കുന്നു? അതെ, പെപ്പർ റൈസിനെ കുറിച്ചാണ് അഭിപ്രായം പറഞ്ഞോളൂ. റൈസിൽ പെപ്പർ ഇടുമ്പോൾ പെപ്പർ റൈസ് ആവും. തായ്വാനിൽ വന്ന് ആദ്യം പരീക്ഷിച്ച ഡിഷാണ് പെപ്പർ റൈസ്. ചിക്കൻ, ബീഫ് ഇത് രണ്ടുമാണ് ഇതുവരെ കഴിച്ചിട്ടുള്ളത്. ഇന്ന് സാൽമനും കൂടെ കാണാൻ വളരെ ഭംഗിയാണ്, കഴിക്കാനും വളരെ മനോഹരമാണ്. പറഞ്ഞത് അല്ലേ? ജിനി പറയാം. എന്നിട്ട് നോക്കാം. ഇനിയൊന്നും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു വെന്തിട്ടില്ലായിരുന്നു. തിരിഞ്ഞിരിക്കും. ബീഫ് വാങ്ങി, ബട്ട് അത് വെന്തിട്ടില്ലായിരുന്നു. അത് കാരണം ഇന്ന് വീണ്ടും ചിക്കനിലോട്ട് ട്രൈ ചെയ്തു. അല്ല, വേകാൻ വേണ്ടിയല്ലേ അവര് മറ്റേ ക്ലേ പോട്ടില് മറ്റേ ചൂടാക്കി കല്ല് തന്നത്. അപ്പൊ അതിലെ മറിച്ചിടണ്ടേ? അടുക്കള കയറണം. ഇതേതാ സാധനം? വെണ്ടത്തിൽ പറഞ്ഞ പോലെ. അയ്യോ, അത് മറിച്ചിടണം. മറിച്ചിട്ടെ മറിച്ച് ചോറും കൂടെ ഇട്ട് ഇളക്കണേ. അല്ല, ആദ്യം തിരിച്ചിട്ട്, ആദ്യം മറ്റേ തിരിച്ചിട്ട്. എനിക്ക് ചോറ് വരിക. ആദ്യം തിരിച്ചിട്ട് തിരിച്ചിട്ട്
തിരിച്ചിട് ആ അങ്ങനെ ഇടും. അപ്പോൾ അത് വേവും. എന്നിട്ട് ചോറ് ആ നടക്കുന്ന ഇളക്കും. ചോറ് നടക്കുന്ന ഇളക്കി തുടങ്ങും. ചോറ് ഇളക്കി തുടങ്ങും. ഇനി അടുത്ത ഇനി എടുത്തോ. പോരട്ടെ. സാൽമൺ മറിച്ച് മറിക്കാനുള്ള ആഗ്രഹം ചെയ്യട്ടെ. അത് ചോറ നിർത്തി. സാൽമൻ്റെ പ്രൈസ് ഉണ്ടോ? 260. ഇത് ചിക്കൻ അല്ലേ? അയ്യോ ചിക്കനല്ലേ? എന്തായാലും ബീഫൊക്കെ എന്ത് കിട്ടിയില്ല. മറിക്ക് ചിക്കൻ മറിച്ചിട്ടോ. സാധാരണ ഇങ്ങനത്തെ ഡിഷിൽ അവർ മുട്ടയും കൂടെ വെക്കാറുണ്ട് മുകളിൽ. എന്നിട്ട് അതും കൂടെ മിക്സ് ചെയ്താണ് കഴിച്ചു പോകാറ്. ഇങ്ങനത്തെ ഡിഷിലേ സാധാരണ ഒരു മുട്ടയും കൂടെ വെക്കാറുണ്ട്. മറിച്ചിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചോണ്ടിരിക്കും. ആ അതെ, അത് കാണിക്കുന്നുണ്ട് അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. കറണ്ട് പിടിക്കണം, അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. നോക്ക്, ഇഷ്ടമില്ലാത്ത സാധനം. ടേസ്റ്റ് ചൂടുണ്ട്. നല്ല സാധനമല്ലേ? നല്ല സ്പൈസിയാ. കരട് എല്ലാ സ്പൈസിയാന്ന് എല്ലാം സ്പൈസിയാണ്. കുരുമുളക് ആദ്യം അറിയാം. പണിയുണ്ടോ? രാത്രി കഴിച്ച സാധനം ഉണ്ടായിരുന്നു. അതെ. വളരെ അഭിനയമാണ്. വളരെ അഭിനയമാണ്. ഇപ്പോഴാണ് ജിനി ശരിക്കും കുക്ക് ചെയ്തത്.
അനുവിന്റെ വയസ്സിലെല്ലാം കുക്ക് ചെയ്യാനൊക്കെ അറിയാം. ഞാൻ ഇന്ന് കൊടുക്കുന്നു. ഞാൻ ഇന്ന് കൊടുക്കില്ലാന്ന് ഓഹോ മനസ്സിലായി. എന്ത് അപമാനിക്കാൻ വേണ്ടി മാത്രം ചോപ്സ്റ്റിക് കോരി കഴിക്കുമ്പോൾ അവിടെ സ്പൂപ്പിൽ കോരി കഴിക്കും. അപ്പം ഞങ്ങൾ ഏകദേശം കഴിച്ചു കഴിഞ്ഞു. ഇനി ആ കല്ലൊന്ന് നോക്കിയേ, ചെത്തി മിനുക്കി സ്മൂത്താക്കി ഒരു പ്ലേറ്റ് പോലെ ആക്കി വെച്ചേക്കുവാണ്. ഇതിനെ നല്ല രീതിയിൽ പഴുപ്പിച്ചിട്ട് അതിനകത്താണ് ഈ റോ മീറ്റും റൈസും കൂടെ തരുന്നത്. കിട്ടിയ ഉടനെ മീറ്റ് തിരിച്ചും മറിച്ചു വിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുത്തില്ലെങ്കിൽ പണി പാടും. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റ് നന്നായിട്ട് വേവിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വീഡിയോകൾ മിസ്സാകാതിരിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കുക. താങ്ക് യു.